ശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കാൻ സ്വർഗത്തിലെ ദൈവം ഓരോ കാര്യങ്ങളിലും, ഓരോ അവസരത്തിലും, ഓരോ സാഹചര്യത്തിലും മാലാഖമാരെ ക്രമീകരിച്ച് നിർത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് പലപ്പോഴും അത് ഫീൽ ചെയ്യണം നിർബന്ധമില്ല. പക്ഷേ ഒരു ദൈവികമായ കാഴ്ചപ്പാടോട് നോക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു മാലാഖയായിരുന്നു, സ്വർഗത്തിൻ്റെ ഇടപെടലായിരുന്നു, സ്വർഗത്തിൻ്റെ ചൈതന്യമായിരുന്നു, സ്വർഗത്തിൻ്റെ കരമായിരുന്നു, സ്വർഗത്തിൻ്റെ സ്വരമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെയേറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. മാലാഖമാർ നേരിട്ട് നമ്മളെ സഹായിക്കുന്നത്. മാലാഖമാർ നമ്മൾ വലിയ രോഗാവസ്ഥയിൽ തകർന്നിരിക്കുന്ന സമയമാണെങ്കിൽ, അപ്പോൾ അതിന് ഒരുപക്ഷെ യഥാർത്ഥത്തിലുള്ള ഒരു ചികിത്സാവേദി നിശ്ചയിക്കാൻ ഒരു മാലാഖയുടെ സാന്നിധ്യം ഉണ്ടാകും. ഒരുപക്ഷെ നമ്മൾ വലിയ കടബാധ്യതയിൽ തിരിച്ചടവിന് യാതൊരു മാർഗ്ഗവുമില്ലാത്ത ആ രീതിയിൽ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയുടെ സ്വർഗത്തിലെ ദൈവം അതിനുള്ളൊരു വഴി തുറന്നു തരാം. അപ്പോൾ നമ്മൾ ഭയപ്പെട്ടിരിക്കുന്നൊരു സമയത്ത് സഹായത്തിന് ഒരു കൂട്ടിന് ഒരാളിനെ തന്നായിരിക്കും സഹായിക്കുന്നത്. അതുപോലെ തന്നെ തീരുമാനമെടുക്കാൻ കഴിയാത്ത മേഖലയിലൊക്കെയും ദൈവം ശക്തമായി തീരുമാനമെടുക്കാനുള്ള ജ്ഞാനം തരും. അങ്ങനെ ഓരോ മേഖലയിൽ നോക്കുമ്പോൾ ദൈവം നേരിട്ട് മാലാഖമാരെ കൊണ്ട് നമ്മളെയൊക്കെ അനുഗ്രഹം നൽകുന്ന നിരവധിയായ വഴികളുണ്ട്. അപ്പോൾ ഈ മാലാഖമാരുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന നിരവധിയായ കാര്യങ്ങൾ നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ആരും സഹായിക്കാനില്ല, എനിക്ക് ഒരു തുണയില്ല, ആരും എനിക്ക് താങ്ങില്ല, എല്ലാവർക്കും എന്നെ താല്പര്യമില്ല, എല്ലാവരും ഉപേക്ഷിച്ചെന്ന് തോന്നുമ്പോഴും സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരു മാലാഖയെ മിനിമം റെഡിയാക്കി നിർത്തിയിട്ടുണ്ടാകും. അത് ബോധ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന് അടിസ്ഥാനപരമായ ഒരു കാര്യം ദൈവഭക്തിയാണ്. ഈ മാലാഖമാരുടെ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, സഹായത്തിനുണ്ട്. പക്ഷേ നമുക്ക് യഥാർത്ഥ ബോധ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവഭക്തനായിരിക്കണം. അതിന് സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായത്തിൻ്റെ 7-ാം വചനം പറയുന്നത്, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തർക്ക് ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തർക്ക് ചുറ്റും പാളയമടിച്ച് അവർ രക്ഷിക്കുന്നു. അപ്പം ഞാൻ ദൈവത്തോട് ഭക്തിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത എല്ലാ മേഖലകളിലും എല്ലാം കൈവിട്ടു പോയെന്ന് തോന്നുമ്പോഴും ദൈവത്തിൻ്റെ ശക്തമായ കരം എൻ്റെ കൂടെ ഉണ്ടാകും, എന്നെ കാത്ത് സംരക്ഷിക്കാനായിട്ട് എനിക്ക് തിരിച്ചറിയാൻ കഴിയും. നമുക്ക് ഓരോരുത്തരും ജീവിതത്തിൽ ഇതുപോലെ ഒന്ന് അസസ് ചെയ്ത് നോക്കിയാൽ നിരവധിയായ സാഹചര്യങ്ങളിൽ, നിരവധിയായ ഇടങ്ങളിൽ, നിരവധിയായ സന്ദർഭങ്ങളിൽ ഒക്കെ ദൈവം ഇതുപോലെ മാലാഖമാരെ കൊണ്ട് നമ്മളെ കരം പിടിച്ച് നടത്തിയ അനുഭവം ഉണ്ടാകും. ഞാൻ ആ വചനം ഒരിക്കൽ കൂടെ വായിക്കാം. സങ്കീർത്തനം 34:7. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തർക്ക് ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുക. പാളയമടിച്ച് ഒരു വിധത്തിലുള്ള ഒരു ശത്രുവിന് പിന്നെ അവിടെ ഇടമില്ല. ഒരു വിധത്തിലും ഒരു നെഗറ്റീവായ ഒരു എനർജിക്ക് അവിടെ ഇടമില്ല. ഒരു വിധത്തിലും ഒരു പ്രതികൂലമായ യാതൊരു സാഹചര്യത്തിനും പിന്നെ അവിടെ ഇടമില്ല. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു തീരുമാനമനുസരിച്ച് നമ്മളെ രക്ഷിക്കുകയാണ്. നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിലാണ് ഇതിൻ്റെ ഏറ്റവും വിസ്മയകരമായ ഒരു സാന്നിധ്യം കാണുന്നത്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് 12-ാം അധ്യായത്തിൽ അത് വളരെയേറെ നമുക്ക് ഒരു അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് നേരിട്ട് ഫീൽ ചെയ്യുന്നൊരു അനുഭവമാണ്. തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാം വചനം ഞാനിത് വായിക്കാം. തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 14-ാം വചനം. നിന്നെയും നിൻ്റെ മരുമകൾ സാറായെയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. 2-3 കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ളത്. നിന്നെയും നിൻ്റെ മരുമകൾ സാറായെയും സൗഖ്യപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുക. അപ്പോൾ നേരിട്ട് ഒരു മാലാഖ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ തക്ക വിധത്തിൽ അത് ഒടുവിൽ എല്ലാം ബോധ്യം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതുവരെയും അത് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പം വെളിപ്പെട്ട് കിട്ടാതിരിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിഞ്ഞു കൊള്ളണം, സ്വർഗത്തിലെ ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ വളരെയേറെ ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് ദൈവം അയച്ച മാലാഖയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഇതുപോലെ നേരിട്ട് അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെയും ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് കർത്താവിൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണിത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഈ സാന്നിധ്യം എന്ന് പറയുന്നത് മാലാഖമാരെ അയക്കുന്നത് എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ സാന്നിധ്യമാണ്. അതുപോലെ നമ്മുടെ യാത്രയിലുടനീളം ഈ മാലാഖമാരുടെ സാന്നിധ്യം നമുക്കുണ്ടാകും. നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത മേലുണ്ടാകും. അത് ഈ 91-ാം സങ്കീർത്തനത്തിൽ അത് വ്യക്തമായി പറഞ്ഞ യാത്രയിൽ എത്രമാത്രം നമ്മളെ ദൈവം പരിപാലിക്കുന്നുണ്ട്, മാലാഖമാരെ അയച്ച് സംരക്ഷിക്കുന്നുണ്ടെന്ന്. 91-ാം സങ്കീർത്തനം നമ്മൾ എത്രയോ പ്രാവശ്യം ബൈഹാർട്ടായിട്ട് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതുമാണ്. സങ്കീർത്തനങ്ങൾ 91 അതിൻ്റെ 7-ാമത് വചനം. നിൻ്റെ വഴിയിൽ നിന്നെ കാത്ത് പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ വഴിയിൽ നിന്നെ കാത്ത് പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും.
എന്ന് പറഞ്ഞാൽ ഒരു ദൈവവേദന ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ഇനി ഞാൻ ദൈവഭക്തിയുള്ളൊരു ദൈവവേദനാണെങ്കിൽ എനിക്കിത് ഫീൽ ചെയ്യുള്ളൂ. എനിക്ക് ദൈവഭക്തി ഇല്ലെങ്കിലും ഈ സംരക്ഷണം, ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്. പക്ഷേ എനിക്കത് മനസ്സിലാകണമെങ്കിൽ ഞാൻ ദൈവഭക്തിയുള്ള ഒരു ദൈവവേദനാണെങ്കിൽ എനിക്കിത് മനസ്സിലാകുള്ളൂ. എൻ്റെ വഴിയിൽ എന്നെ കാത്തു പാലിക്കാൻ ദൈവത്തിൻ്റെ ദൂതൻ എപ്പോഴും ഉണ്ട്. ദൈവത്തിൻ്റെ ദൂതൻ്റെ സംരക്ഷണമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കൊള്ളണം. അതുപോലെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് തീരുമാനമെടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് വിശുദ്ധ മത്തായി സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിൻ്റെ 20-ാം വചനത്തിൽ പറയുന്നുണ്ട്, ദാവീദിന്റെ പുത്രനായ യോസേപ്പേ, നീ ഭയപ്പെടേണ്ട, നീ ശങ്കിക്കേണ്ട, മറിയം ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അപ്പം ഈ മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ഒരു സാഹചര്യത്തിൽ മാലാഖയുടെ സാന്നിധ്യം എന്നെ തീരുമാനമെടുക്കാൻ, എന്നെയും നമ്മളെയും നിങ്ങളെയും ഒക്കെ ഇത് തീരുമാനമെടുക്കാൻ ദൈവം സഹായിക്കും. ഇതുകൊണ്ട് ഇവിടെ യോസേപ്പ് പിതാവിനെ തീരുമാനമെടുക്കാൻ സഹായിച്ചു. ഉപേക്ഷിക്കുന്നില്ല, വീണ്ടും യാത്ര മുന്നോട്ട് തുടങ്ങാൻ തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ ഈ മാലാഖമാർ നമ്മളെ സഹായിക്കും. നമുക്ക് തിരിച്ചറിവ് ഉള്ളപ്പോൾ മാത്രമേ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ വരികയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ മാലാഖമാരുടെ സാന്നിധ്യം നമുക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിവുള്ള ദൈവഭക്തന് അതെപ്പോഴും തിരിച്ചറിയാൻ കഴിയും. നമ്മൾ തിരുത്തൽ, നമുക്ക് ഏതെങ്കിലും മേഖലയിൽ തെറ്റുപറ്റിയിട്ട് നമ്മൾ അതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ തിരുത്തലിന് ഈ മാലാഖമാരുടെ സാന്നിധ്യം നമുക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. അത് സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം സംഖ്യ 22-22 അത് പ്രത്യേകം പറയുന്നുണ്ട്. ഈ ബാലാക്കിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് കഴുതയെ ഊരിപ്പിടിച്ച വാളുമായി നിന്ന ഒരാൾ തടഞ്ഞപ്പോൾ, കഴുതയെ അടിച്ചപ്പോൾ, കഴുത സംസാരശേഷി കൊടുത്തപ്പോൾ, ഈ നിൽക്കുന്ന ആളിനെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം കണ്ണു തുറന്നു കൊടുത്തപ്പോൾ അത് സ്വർഗത്തിലെ സൈന്യാധിപനാണ് തിരിച്ചറിഞ്ഞ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച്, അപ്പോൾ ഞാൻ പറയുന്ന വഴിയെ പോകാൻ വേണ്ടി വഴി തിരിച്ചു വിടുന്ന എന്ന് പറഞ്ഞാൽ ദൈവഹിതമനുസരിച്ചുള്ള വഴിയെ സഞ്ചരിക്കാൻ വേണ്ടി തീരുമാനമെടുക്കാൻ കഴിയുന്ന വിധത്തിൽ സംഖ്യയുടെ പുസ്തകം 22-22 ആ വചനം പറയുന്നത്. അപ്പോൾ ദൈവം നമുക്ക് ശരിക്കും ദൈവം സംരക്ഷണമാണ്. ദൈവം ആഗ്രഹിക്കുന്ന തക്ക വിധത്തിലുള്ള ഒരു ഇടപെടലാണ് ഉണ്ടാകുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന വഴിയെ നമ്മൾ പോകണം. അതിനെ സ്വർഗത്തിൻ്റെ സംരക്ഷണം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അത് ന്യായാധിപന്യമായിട്ട് പുസ്തകം 6-ാം അധ്യായം 12-ാം വചനം പറയുന്നുണ്ട്, കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് ധീരനും ശക്തനുമായിരിക്കാൻ കർത്താവ് നിന്നോട് കൂടെ. ധീരനും ശക്തനുമായിരിക്കാൻ കർത്താവ് നിന്നോട് കൂടെ. അപ്പം നമുക്ക് ഏതെങ്കിലും തടഞ്ഞിരിക്കുന്ന അവസരത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ആരെങ്കിലും നമുക്ക് മനസ്സിന് ഇണങ്ങിയോ ഹൃദയത്തിന് ഐക്യമുള്ള ആരെയെങ്കിലും ഒരാളെ ദൈവം പറഞ്ഞു വിട്ട് നമ്മളെ ശക്തിപ്പെടുത്തും. എപ്പോഴും നമ്മൾ ഒരു സന്തോഷവും സമാധാനവും ആനന്ദവും ഒക്കെ അനുഭവിക്കാൻ നമ്മുടെ ഭവനങ്ങളിൽ കഴിയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും മാലാഖമാരുടെ സാന്നിധ്യം. നമ്മുടെ ഭവനങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന സമയത്ത് മാലാഖമാർ അവിടെ ശരിക്കും നൃത്തം ചെയ്യുന്ന സമയമാണ്, കോട്ട കെട്ടി സംരക്ഷിക്കുന്ന സമയമാണെന്ന് തന്നെയാണ് പറയുന്നത്. ആ ഒരു മേഖലയിലൂടെ നമുക്കൊരു അനുഗ്രഹം പ്രാപിക്കാൻ കഴിയണം. വീണ്ടും തോബിത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 21-ാം വചനം പറയുന്ന, ഒരു നല്ല ദൂതൻ അവൻ്റെ കൂടെ പോകും. നല്ല കൂട്ടുകാരനെ പോലെ ഈ മാലാഖ നമ്മുടെ ഒപ്പം ഉണ്ട്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലല്ല, ഒരു കൂട്ടുകാരനായി ഈ മാലാഖയുടെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യുന്നിരിക്കാം. അതിന് അടിസ്ഥാനമായ കാരണം 34-ാം സംഖ്യത്തിൻ്റെ 7-ാം വചനമാണ്. നമുക്ക് ദൈവഭക്തി ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇല്ലെങ്കിലും ഈ സ്വർഗത്തിൻ്റെ വാഗ്ദാനവും ഈ സംരക്ഷണവും ഈ അനുഗ്രഹവും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഒരു നല്ല ദൂതൻ നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ വരും, കൂട്ടുകാരനായിട്ട്. വീണ്ടും പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20-ാം വചനം പറഞ്ഞു, ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു, അവൻ നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുകൊള്ളും, ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ നിന്നെ എത്തിക്കും. ഇത് യാത്രയിലൊക്കെ ഉടനീളം വായിക്കാവുന്ന പ്രാർത്ഥിക്കാവുന്ന വചനമാണ്. പുറപ്പാട് 23:20, തോബിത്ത് 5:21, മർക്കോസ് 1:2, മലാക്കി 1:2, ബാറുക്ക് 6:7. ഇതൊക്കെയും ശരിക്കും യാത്രയിൽ നമുക്ക് മുമ്പേ ദൂതന്മാരെ അയക്കുന്ന വലിയ സാന്നിധ്യത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാലാഖമാരുടെ ഒരു സാന്നിധ്യം ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ, ദൈവഭക്തി ഉണ്ടായാൽ തീർച്ചയായും നമുക്ക് എല്ലാ ഇടങ്ങളിലും ഈ മാലാഖമാരുടെ സജീവമായ സാന്നിധ്യം ഫീൽ ചെയ്യും. മാലാഖമാരുടെ ഒരു സംരക്ഷണം ഉണ്ടാകും. എല്ലാ തിന്മയിൽ നമ്മൾ ശരിക്കും ഒരു വിടുതൽ കിട്ടും. നമുക്ക് മനസ്സിന് യാതൊരു ടെൻഷനും ഉണ്ടാകാതെ നമുക്ക് ഏത് കാര്യവും ചെയ്യാൻ കഴിയും. അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം നമുക്ക് ഫീൽ ചെയ്യുന്നതായി കാണും. അതുകൊണ്ട് മാലാഖമാരോട് ഒപ്പം നമുക്കും യാത്ര ചെയ്യാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.